ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പോപ്പിയാണ്. എന്നാ കറി ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്കിന്ന് ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാം. എടാ, ഇത്രയും ചിക്കനാണ് ഞാൻ നിന്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഹരിയാലി ചിക്കൻ്റെ ഗ്രേവിക്ക് പച്ചക്കളറാണ്, അതുകൊണ്ട് മല്ലിയില കുറച്ചുകൂടി വേണം. കുറച്ചുകൂടെ മല്ലിയില എടുക്കാം. പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടപ്പോൾ വേറെ എണ്ണ ഇടുന്നത്? കുരുമുളക് ചേർക്കുമോ? കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർത്താണോ അരയ്ക്കുന്നത്? അല്ല, അല്ലാതെ. പച്ചമുളക് കുറച്ച് ഒത്തിരി മൂത്ത് പോയതല്ല, അതുകൊണ്ട് വലിയ എരിവ് കാണുമല്ലായിരിക്കും. ഇത്ര ഇടണം? ഇരിക്കട്ടെ, എല്ലാവരും എരിവ് കൂട്ടുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ ഇത് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നായി, നമുക്ക് അതും കൂടി ഇട്ടേക്കാം. പൊടികളിടണ്ടേ? കുരുമുളക് പൊടി ഇടട്ടെ? കുരുമുളക് പൊടി, ഗരം മസാലയും ഉപ്പും. കുരുമുളക് പൊടി ഇടുവാണേ, മതിയായിരിക്കും അല്ലേ? പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവാണോന്ന് അറിയത്തില്ലല്ലോ. മഞ്ഞൾ ഇടുവോ? മഞ്ഞളില്ല, ഗരം മസാല. മതിയായിരിക്കും അല്ലേ? ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ. ഒരു സ്പൂൺ തൈരും കൂടി ഇടാം. നമുക്ക് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെച്ചെടുക്കാം. നമ്മൾ റെഡിയാക്കിയ മിക്സും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കറിയും തുറന്നു നോക്കാം. ഇതിന്റെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ടല്ലോ അവിടെ. ഇടയ്ക്ക് ഒരു 5-6 തവണ ഇത് അടപ്പ് തുറന്നിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം നല്ലപോലെ ഗ്രേവി എല്ലാം കുറുകി, നല്ല ചിക്കനെല്ലാം നല്ല വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് ടേസ്റ്റും കൂടെ നോക്കിയിട്ട് പറയാം കേട്ടോ പോപ്പി. പോരാ, ഇനി ഇതിലൊന്നും ചേർക്കാനില്ലല്ലോ? ഇല്ല. അപ്പോൾ പോപ്പിയുടെ ഹരിയാലി ചിക്കൻ കറി റെഡി. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോപ്പിയുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാവേ.